ഒന്ന് വാഷ് ചെയ്യണമെങ്കിൽ അകത്തേക്ക് പോവാം. ഞാനൊന്ന് ചേഞ്ച് ചെയ്യട്ടെ. വാഷ് ചെയ്തില്ലേ? ഞാൻ പോട്ടെ. ക്വാർട്ടേഴ്സിലേക്ക് ഇറങ്ങി ചെയ്ത് പറയൂ. ഒരു ഫ്രണ്ടിന്റെ ഫ്ലാറ്റിലാണ്. ആരെയും ബോധിപ്പിക്കാനുണ്ടായിട്ടല്ല. അകത്ത് എന്റെ ഡ്രസ്സിംഗ് ഗൗൺ ഉണ്ട്. അത് മതിയെങ്കിൽ ചേഞ്ച് ചെയ്തോളൂ. രാവിലെ പോകാം. രാക്ഷസനെ എപ്പോ വേണമെങ്കിലും എനിക്ക് അടക്കി നിർത്താം. ഭയപ്പെടണ്ട. ഭയം എന്നെ തന്നെയാണ്. ഗോ ആൻഡ് ചേഞ്ച്. തനി കോമാളിയായിരിക്കുന്നു ഞാൻ, അല്ലേ? വേണ്ട, ചിയേഴ്സ്. എല്ലാ കോമാളിത്തരത്തിനും ചിയേഴ്സ്. ചിയേഴ്സ്. 10 മിനിറ്റ് ക്ഷമയോടെ ഇവിടെ ഇരിക്കാമോ? ഇനി ബോട്ടിൽ തൊടാൻ പാടില്ല. ഞാൻ വരുന്നവരെ. അകത്തെനിക്ക് അല്പം കാര്യമുണ്ട്. അനുസരണത്തോടെ ഇരിക്കാമോ? ശരി. സഹായിക്കണം. നോ എൻട്രി. പുരുഷന്മാർക്ക് പ്രവേശനമില്ല. കുട്ടിക്കാലത്ത് വീട് വെച്ച് കളിക്കാറുണ്ട്. പൂഴിമണലിന്റെ ചോറ്, അപ്പയിലയുടെ കൂട്ടാൻ. നമ്മളിപ്പോ വീട് വെച്ച് കളിക്കാം. കളിയാണെങ്കിലും അതിന്റെ നിയമം പാലിക്കണം. ഭക്ഷണം നിർത്തിയാൽ ആറുന്നതിന് മുമ്പ് കഴിക്കണം. ഇരിക്കൂ. ആ മതി മതിയെന്ന്. ഇനി ആഹാരം കഴിക്കുക. മാലതി വിശപ്പറിഞ്ഞിട്ടുണ്ടോ? വിശപ്പ് ഒരു നേരത്തെയോ ഒരു ദിവസത്തെയോ വിശപ്പല്ല. ചോറ്, വയറ് നിറച്ച് ചോറ് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് കുറെ വർഷങ്ങൾ. ഇപ്പോൾ വേണമെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ കയറാം, 5 കോഴ്സ് ഡിന്നർ ഓർഡർ ചെയ്യാം. പക്ഷേ രുചിയില്ല. ഓർമ്മകളും ഒരു സമ്പാദ്യമാണ്. കുട്ടിക്കാലത്ത് എല്ലാം വെള്ളിത്തളികയിൽ മുമ്പിലെത്തിയവർ. മുതിർന്നപ്പോഴത്തെ കഥകളും എനിക്കറിയാം. ഞാൻ സഹായിക്കണം. നേരം അറിയാം. ഒരുപാടായി. 2 കിടപ്പുമുറികളുണ്ട്. ഏത് വേണമെങ്കിലും എടുക്കാം.
ഞാൻ പൊയ്ക്കൊള്ളാം ദേവി. സത്യം, ദേവിയാണ് സത്യം. ഒൻപത് മണിക്കാണ് ഡ്യൂട്ടി. ആദ്യം ക്വാർട്ടേഴ്സിൽ പോണം. ഞാൻ നടക്കട്ടെ? ഉടൻ റെഡിയാവാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ടാക്സി കിട്ടും. സാവധാനത്തിൽ റെഡിയായി ഓഫീസിൽ പോയാൽ മതിയല്ലോ, ഒരു എക്സിക്യൂട്ടീവ് ആവുമ്പോൾ. ഒരു തമാശ. കാലത്ത് കണ്ണു തുറന്നപ്പോൾ സ്വപ്നം കണ്ടതാണെന്ന് ആദ്യം തോന്നിയത്, പിന്നെയാണ് യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം ചായക്കപ്പുമായി മുമ്പിൽ അല്ലേ? ആരാണ് ദേവി? ഉറക്കത്തിൽ എന്നെ 100 വട്ടം ദേവി എന്ന് വിളിച്ചു. ആരാധനയ്ക്കുള്ള മൂർത്തിയാണല്ലോ ദേവി. ആരാധന അങ്ങനെ കളിയാക്കണ്ട. എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ആളുകളും സ്ഥലങ്ങളും ഒക്കെ മാറിപ്പോവും സ്വപ്നങ്ങളിൽ. പോട്ടെ, ലീവ് എടുക്കുന്ന കാര്യം ഞാൻ പറയാം. നേരത്തെ അപേക്ഷിച്ചാലേ എനിക്ക് സാങ്ഷൻ ആവും. അപേക്ഷിച്ചോളൂ, എനിക്ക് എപ്പോ വേണമെങ്കിലും ലീവ് എടുക്കാം. അതറിയാം. എന്നാലും ഉദ്ദേശം തീയതി പറഞ്ഞാൽ. നോക്കട്ടെ, ബോസുമായി ഒന്ന് സംസാരിക്കട്ടെ. ഞാൻ ഫോൺ ചെയ്ത് പറയാം. Ask her to come in, please. ഹൗസ് വാമിംഗ് ഒന്നും ആയില്ലേ സാർ? ഹൗസ് വാമിംഗ് സ്ഥലം എനിക്കറിയാം. നല്ല ലൊക്കാലിറ്റി. ഫ്രൈഡേ സാർ ഫ്രീ ആണോ? നെക്സ്റ്റ് ഫ്രൈഡേ അല്ലല്ലോ, എനിക്ക് അബുദാബി വരെ ഒന്ന് പോണം. അലൈനി പോയിട്ടുണ്ടോ? നല്ലൊരു പിക്നിക് സ്പോട്ടാണ്. ഫ്രൈഡേ ഞാൻ ഫ്രീ ആണ്. ബട്ട് ഐ എം നോട്ട് ഫ്രീ. ബാങ്കിനുള്ള റിപ്പോർട്ട് വേഗം അടിച്ചോണ്ട് വരും. ഹരേ. യെസ് സാർ. യെസ്, ഞാൻ രാജൻ. മമ്മൂക്കേ, എങ്ങനെ പറ്റി? ഞാൻ ഹോസ്പിറ്റൽ വരാം. എനിക്കറിയാം ഹോസ്പിറ്റൽ. വാർഡ് നമ്പർ? ഞാൻ വരുന്നു. അലേഷ്, ഞാൻ കുറച്ച് ലേറ്റ് ആവും. എന്റെ ഒരു ഫ്രണ്ടിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അറിയില്ല. അറ്റൻഡ് മൈ കോൾസ് പ്ലീസ്. ട്രക്കും ടാക്സിയും കൂട്ടിമുട്ടിയതാണ്. ടാക്സിയിലുണ്ടായിരുന്ന 2 പേർ സ്പോട്ടിൽ മരിച്ചു. മമ്മൂക്ക, സിസ്റ്റർ. യെസ്. ഹൗ ഈസ് ഹി? ഹെഡിൽ കൺകഷനേ ഉള്ളൂന്ന് തോന്നുന്നു. റിബ്സിൽ ഫ്രാക്ചർ ഉണ്ടോന്ന് എക്സ്റേ റിപ്പോർട്ട് കിട്ടിയാലേ അറിയുള്ളൂ. പേടിക്കാനില്ല. ഒന്ന് കാണാമോ? വിസിറ്റിംഗ് അവരല്ല, സെഡറ്റീവിലാണ്. ഒന്ന് നോക്കിക്കോളൂ. താങ്ക് യു.
ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. പേഷ്യന്റിന് എങ്ങനെ? ബെറ്റർ. വൈകിപ്പോയി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ. അതാണ് പേപ്പേഴ്സും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ബ്യൂട്ടിഫുൾ. എനിക്ക് ഒന്നുകൂടി ഹോസ്പിറ്റലിൽ പോകണമെന്ന്. ആലിസ് ഏത് വഴിക്കാണ്? ഐ വിൽ ഡ്രോപ്പ് യു. ഞാൻ അരമണിക്കൂർ ഇവിടെ ഉണ്ടാവും പറഞ്ഞ് ഈ നമ്പരും കൊടുത്തു. ഒരു കോൾ ഇവിടേക്ക് വരും. ബട്ട് യു ക്യാൻ. സർ, ഐ വിൽ വെയിറ്റ്. ഞാൻ വൈകിയാലോ? ഡ്രോപ്പ് ചെയ്തിട്ട് പോ. പക്ഷേ കോൾ വന്നാലോ സർ? ഒരു പ്രധാന കാര്യമാണ്. ഓൾറൈറ്റ്, സ്പെയർ ക്യൂ ഉണ്ട്. കോൾ കിട്ടിയിട്ട് പോകുമ്പോ കൂട്ടിയാണ്. സാരമില്ല, നമ്മുടെ സമയം എത്തിയിട്ടില്ല. പടച്ചോന്റെ കൃപ. ഈ വിവരം നാട്ടിൽ അറിയേണ്ടത്. ഒരാഴ്ചക്കകം ഇറങ്ങാവുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സമയം എത്ര? 2:30. പൊയ്ക്കോ, നാളെ പണിക്ക് പോണ്ടതല്ലേ. ഓ സാരമില്ല. ഞാൻ മരിക്കാൻ കിടക്കൊന്നുമല്ല, രാത്രി മുഴുവൻ കാവലിരിക്കാൻ. ആ മലയാളി നേഴ്സ് വന്നാൽ ഞാൻ പൊയ്ക്കോളാം. അവർ ശ്രദ്ധിച്ചോളൂ. പോകുന്നുണ്ടോ? അതോ രോഗികളെ ശല്യപ്പെടുത്തുന്നു പറഞ്ഞ് ബഹളം കുട്ടി പുറത്താക്കണം? പൊയ്ക്കോളാം. മമ്മുക്ക സമാധാനമായി കിടക്കും. പോയില്ലേ? ഇല്ല, വെറുതെ ഇരുന്നു. കാലത്ത് ജോലി ചെയ്യേണ്ടവർക്ക് ചുരുങ്ങിയത് 6 മണിക്കൂറെങ്കിലും ഉറക്കം വേണം. ശാസ്ത്രമൊക്കെ അറിയാം സിസ്റ്റർ. പക്ഷേ ഉറക്കം എനിക്ക് എപ്പോഴും ഒരു പ്രശ്നമാണ്, എവിടെ കിടന്നാലും. അതും ഒരു രോഗമാണ്. വല്ല സൈക്കാട്രിസ്റ്റിനുമാണ് കാണേണ്ടത്. വേണ്ട, സ്വയം ചികിത്സിക്കുന്നുണ്ട്. ഓട്ടോ സജഷൻ. കുറഞ്ഞു വരുന്നുണ്ട് രോഗം. ഫ്രണ്ടിനെ പറ്റി വേവലാതി വേണ്ട, ഞാൻ നോക്കിക്കോളാം. പോയി ഉറങ്ങിക്കോളും പറ്റുമെങ്കിൽ. കുറെ നേരം ഞാൻ കാത്തിരുന്നു. I was waiting. Oh, you are a fool. എനിക്കൊരു സഹായം ചെയ്യാമോ? എനിക്കൊരു ബ്രദറുണ്ട്, BSc ഫസ്റ്റ് ക്ലാസ്. ഒരു ജോബ് NOC തരാൻ സാറ് ശ്രമിച്ചാൽ കഴിയും. അതിനുവേണ്ടിയായിരുന്നു ഈ നാടകം. എന്റെ കഥ സാറിന് അറിയില്ല. 6 അംഗങ്ങളുള്ള ഒരു കുടുംബം. അപ്പന് 40 രൂപ പെൻഷൻ കിട്ടും. ഞാൻ അയക്കുന്ന പണം കൊണ്ട് 3 സിസ്റ്റേഴ്സ് പഠിക്കുന്നു. പട്ടാളത്തിൽ നിന്നും നേരത്തെ പെൻഷൻ പറ്റിയ അപ്പൻ. 6 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന്റെ വരുമാനം 40 രൂപ. അനിയൻ രക്ഷപ്പെട്ടാൽ കുടുംബം കരകയറും. അതിനുവേണ്ടി സാർ പറഞ്ഞതുപോലെ എന്ത് നാടകവും കളിക്കും. കഴിഞ്ഞ രാത്രിയുടെ പേരിൽ ഒന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല. ഫോർ ദാറ്റ് ഐ ഹേറ്റ് മൈസെൽഫ്. പലരും പിടിച്ചുപറ്റാൻ നോക്കാറുള്ളത് സാറിന് സന്തോഷത്തോടെ തന്നു. അതോർത്ത് സാർ വിഷമിക്കരുത്. സാറിന് കഴിയുമെങ്കിൽ മാത്രം ചെയ്താൽ മതി. സോറി സാർ. ഞാൻ കഴിയുന്നത് നോക്കാം.
ഒരു ഉറപ്പും തരുന്നില്ല. വേണ്ട, ഒരു കാര്യം പറഞ്ഞാൽ സാറ് തെറ്റിദ്ധരിക്കരുത്. സാറിവിടെ തനിച്ചാണ്. അകലിൽ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ ഈ ലോകത്തിൽ തന്നെ തനിച്ചാണെന്ന് തോന്നും. തനിച്ചാണെന്ന് തോന്നുന്നത് ഇറ്റ് ഈസ് ടെറിബിൾ. സാറിന് എപ്പോഴെങ്കിലും ഒരു കമ്പനി വേണമെന്ന് തോന്നുമ്പോൾ വിളിക്കാം. ഒരു വ്യവസ്ഥയും വാഗ്ദത്വം ഇല്ലാതെ തന്നെ. ബിക്കോസ് ഐ ലൈക്ക് യു. ഞാൻ പറഞ്ഞില്ലേ, ഭയപ്പെടണ്ട. റിബ്സിന് ഫ്രാക്ചർ ഇല്ല. പുള്ളിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. എത്ര ഫോൺ കാളാ വരുന്നത്? ആരാണ്? മമ്മുക്ക ഒരു ചെറിയ കച്ചവടക്കാരനാണ്. പക്ഷേ ആളൊരു വലിയ സ്ഥാപനമാണ്. അയാളുടെ ഔദാര്യം കൊണ്ട് മാത്രം ഇവിടെ ഒരുപാട് പേർ രക്ഷപ്പെട്ടിരിക്കും. സിസ്റ്ററുടെ പേര്? മാലതി. എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും എന്നെ ഫോൺ ചെയ്യാം. ഒരുപാട് പരിചയക്കാരുണ്ടെങ്കിലും മമ്മൂക്കയ്ക്ക് ഇവിടെ സ്വന്തക്കാരില്ല. തനിച്ചാണ്. എല്ലാവരും തനിച്ചല്ലേ ഇവിടെ? മിസ്റ്റർ മേനോൻ, രാജൻ എന്ന് വിളിച്ചാൽ മതി. സോറി. നിങ്ങൾ നടക്കൂ, ഞാൻ പിന്നാലെ വരാം. ഓ, ഞാനൊന്ന് പുറത്തിറങ്ങാൻ. സാരമില്ല, വരൂ. വേണ്ട, വെറുതെ വന്നതാണ് ഈ വഴി. നമ്മുടെ മമ്മൂക്ക എങ്ങനെയുണ്ട്? ഉഷാർ. കച്ചവടം തുടങ്ങി, തത്വജ്ഞാനങ്ങൾ വിതരണം ചെയ്യാനും തുടങ്ങി. ഞാൻ പോട്ടെ. വെറുതെ ഒന്ന് നടക്കാമെന്ന് കരുതി. ഇന്ന് വലിയ ചൂടില്ലല്ലോ. ഞാനും വരാം, വിരോധമില്ലെങ്കിൽ. ഓക്കെ. ഇനി വന്നേ. ഭഗവാനെ, ശ്രീ പരമേശ്വര, ഈ കുഞ്ഞിരാമ ഭക്തന് ഒരു കുഞ്ഞിക്കാല് തന്ന് അനുഗ്രഹിക്കണേ. പതുക്കെ. അടുത്ത വർഷം ഈ സമയത്ത് നമുക്കും ഒരു പെരുന്നാൾ ഘോഷിക്കണം. ആരുടെ? നമ്മുടെ ചെന്താമരാശിന്റെ ആണോ? നമുക്കുണ്ടാകുന്ന മോടെ. നിങ്ങൾക്ക് എപ്പോ നോക്കിയാലും മോള് മോള്. അപ്പുറത്ത് രമണി കൊച്ചമ്മയ്ക്കാണെങ്കിൽ മോനെ മോന്. ആണാണോ പെണ്ണാണോ എങ്ങനെ അറിയാം? ഇപ്പൊ എടി, നമുക്കുണ്ടാകുന്നത് മോള് തന്നെ ആയിരിക്കും. കിടന്നു കിടന്നു. ചെറുക്കൻ ഒന്നിന് പോകണമെന്ന്. ഹേയ്, അവൻ അങ്ങനല്ല പറഞ്ഞത്. അവനെ ഉറക്കത്തിൽ കിടന്ന് 1, 2 എണ്ണി പഠിക്കുക. അവൻ ഉറങ്ങി. കിടന്നു കിടന്നു. മോനെ ദ്രാക്ഷായ, ചിറ്റപ്പൻ രാവിലെ കൊണ്ടുപോവാം. മോൻ കിടന്ന് ഉറങ്ങിക്കോ. ഉറങ്ങി ഉറങ്ങി. കിടന്നു കിടന്നു കിടന്നു. മുടിഞ്ഞവനെ, എന്റെ പായും പുതപ്പും എല്ലാം നീ നശിപ്പിച്ചു. ഈ കണക്കിന് അടുത്ത വർഷം തന്നെ പിറന്നാൾ ഘോഷിക്കും. ഈ രംഗം ഓർക്കുന്നുണ്ടോ? വർഷം 8 ആയിട്ടും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല.
ഊട്ടിയിൽ വെച്ചെടുത്താണ് ഈ പടം, ഓർമ്മയില്ലേ? ഇപ്പോഴൊന്നും ഓർക്കാറില്ലല്ലോ. മധുവിധുവാണെന്നും പറഞ്ഞ് അന്ന് എന്തൊക്കെ നാണക്കേടാ എന്നോട് കാണിച്ചത്. എന്ത് കാണിച്ചു? ഒന്ന് ഓർത്തു നോക്കൂ. വേണ്ട വേണ്ട. സോറി. വല്ലാ തണുക്കുന്നു അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഓ, വന്നിരിക്കുന്ന ഒരു സൂര്യൻ തണുപ്പ് മാറ്റം. അയ്യോ അയ്യോ, വേണ്ട ചേട്ടാ. അന്ന് എന്തൊരാവേശമായിരുന്നു. എന്നെ മടുത്തുപോയി അല്ലേ? നമുക്കൊരു മോനെ വേണ്ടേ? അനിതയ്ക്ക് അമ്പിളിക്കൊരു കൂട്ട്, വയസ്സുകാലത്ത് അച്ഛന്റെ ബിസിനസ് ഏറ്റെടുക്കാൻ ഒരവകാശി. എനിക്ക് കുറെ കണക്ക് നോക്കാനുണ്ട്. മോള് കിടന്ന് ഉറങ്ങിക്കോ. കണക്ക്